Dear students, welcome to mathematics class. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം നമ്മൾ പഠിച്ച കാര്യം 1ൽ അവസാനിക്കുന്ന ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു ജനറൽ ഫോമിലേക്ക് വന്നു. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. അതിനുശേഷം ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 50 plus 1 whole square, that is 51 square is equal to 50 plus 1 whole square, that is equal to 50 square plus 2 into 50, 2 times 50 plus 1, okay, that is equal to 2500 plus 100 plus 1, that is equal to 2601. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു എക്സാമ്പിൾ. അവസാനം നമ്മൾ ജനറൽ ഫോമിലേക്ക് വന്നു. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. പിന്നെ ഇതുപോലുള്ള കുറേ എക്സാമ്പിൾസൊക്കെ ഞാൻ വേറെയും എഴുതി എന്നിട്ട് ഇത് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്ക്വയേഴ്സ് കണ്ടിരുന്നത് ഏത് തരത്തിലുള്ള നമ്പറാണ്? 1ൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആയിരുന്നെങ്കിൽ, ഇനി അല്ലാത്ത നമ്പേഴ്സിൻ്റെ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എങ്ങനെ കാണും എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 75ൻ്റെ സ്ക്വയർ കാണുമെന്ന് വിചാരിക്കുക. അപ്പോൾ 75 ഈസ് ഈക്വൽ ടു 74 പ്ലസ് 1, അല്ലെങ്കിൽ ദിസ് ഈസ് വാട്ട് 73 പ്ലസ് 2, ദിസ് ഈസ് 72 പ്ലസ് 3, ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം 75ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്വയർ കാണുമ്പോൾ, അതായത് 75ൻ്റെ സ്ക്വയർ കാണുകയാണെങ്കിൽ അതിന് പകരം ഇതിൻ്റെ സ്ക്വയർ ഉണ്ടാൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ ഉണ്ടാൽ മതി, അതല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ. ഇതേപോലെ പല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ നമുക്ക് സ്ക്വയർ കാണാൻ കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു ഫോം എന്ന് പറയുന്നത് 75 ഈസ് ഈക്വൽ ടു 70 പ്ലസ് 5 എന്ന് എഴുതിയിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇത് 0ൽ അവസാനിക്കുന്നതുകൊണ്ട് 0ൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എഴുതാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഓക്കെ, ഇപ്പോൾ 20 സ്ക്വയർ ആണെങ്കിൽ 2ൻ്റെ സ്ക്വയർ 4, പിന്നെ 2 zeros. ഓക്കെ, 30 സ്ക്വയർ ആണെങ്കിൽ 3ൻ്റെ സ്ക്വയർ 9, പിന്നെ 2 zeros. ഇങ്ങനെ വേഗം നമുക്ക് സ്ക്വയർ കാണാൻ പറ്റും. എന്നാൽ 72ൻ്റെ സ്ക്വയർ 73ൻ്റെ സ്ക്വയർ ഒന്നും നമുക്ക് അത്ര പെട്ടെന്ന് എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് 0ൽ അവസാനിക്കുന്ന ഒരു നമ്പർ പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് എന്നുള്ള ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 75നെ നമുക്ക് 70 പ്ലസ് 5 എന്ന് എഴുതാം. അപ്പോൾ 75 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 70 പ്ലസ് 5 സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചെയ്തതുപോലെ എങ്ങനെ 50 പ്ലസ് 1 സ്ക്വയർ ആണെങ്കിൽ എങ്ങനെ എഴുതിയിരുന്നത്? 50 പ്ലസ് 1 ഇൻറ്റു 50 പ്ലസ് 1 എന്നാണ്. അതേപോലെ ഇതിനെ 70 പ്ലസ് 5 ഇൻറ്റു 70 പ്ലസ് 5 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഇൻ ദ ഫോം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അതല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്നുള്ള ഫോമിലാണ്. ആ രീതിയിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 70 ഇൻറ്റു 70, അപ്പോൾ 70 ഇൻറ്റു 70 7 സ്ക്വയർ 49, പിന്നെ 2 zeros, പിന്നെ 70 ഇൻറ്റു 5. ഓക്കെ, 70 ഇൻറ്റു 5. അതിനുശേഷം അപ്പോൾ ഇത് രണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ 5 ഇൻറ്റു 7, 5 ഇൻറ്റു 7 അല്ല 5 ഇൻറ്റു 70, പിന്നെ 5 ഇൻറ്റു 5. ഓക്കെ, 5 ഇൻറ്റു 5. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഇതൊക്കെ ബ്രാക്കറ്റിൽ എഴുതാം. ഇവിടെ 70 ഇൻറ്റു 70 ആണ് നമ്മൾ 4900 എന്ന് എഴുതിയത്. വേണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 70 ഇൻറ്റു 70യെ 70 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, 70 സ്ക്വയർ. അപ്പോൾ 70 പ്ലസ് 5 ഹോൾ സ്ക്വയറിനെ 70 പ്ലസ് 5 ഇൻറ്റു 70 പ്ലസ് 5 എന്ന് എഴുതാം. അതിനെ 70 സ്ക്വയർ, 70 into 70, 70 square, then 70 into 5, this one, 5 into 7, this one, 5 into 5, 25. ആ ഫോമിലേക്ക് എഴുതുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? ഇപ്പോൾ 2 into 3 is equal to 6, 3 into 2 is equal to 6. ഓക്കെ, അപ്പോൾ 2 into 3 പ്ലസ് 3 into 2 ആണെങ്കിൽ എന്ത് വന്നു? 6 plus 6 9, അതായത് 2 times 6. 2 times 6. ഓക്കെ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 2 times 2 into 3 ആണ്. 2 times
2 into 3 ആണ്. അല്ലെങ്കിൽ 2 times 3 into 2 ആണ്. അങ്ങനെ രണ്ട് രീതിയിൽ വേണമെങ്കിലും എഴുതാം. ഓക്കെ, 2 into 3 is equal to 6, 3 into 2 is equal to 6. അപ്പോൾ 2 into 3 plus 3 into 2 means 6 plus 6, 6 plus 6 means 2 into 6, that is 2 times 6. ഈ 6ന് പകരം നമുക്ക് എന്ത് എഴുതാം? 3 into 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 into 3 എന്ന് എഴുതാം. അപ്പോൾ 2 times 6 means 2 times 2 into 3, അല്ലെങ്കിൽ 2 times 3 into 2. അപ്പോൾ അതുപോലെ 70 into 5 അല്ലെങ്കിൽ 5 into 70 എന്ന് പറഞ്ഞാൽ 70 into 5 2 times വന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് 70 സ്ക്വയർ പ്ലസ് 2 times what? 70 into 5 plus 5 into 5 means 5 square. അപ്പോൾ 70 square plus 2 into 70 into 5 plus 5 square എന്ന് ആയി മാറുന്നു. ഏത്? ഈ 70 plus 5 whole square. ഇവിടെ വന്നിരിക്കുന്നത് 70 സ്ക്വയർ, അതായത് ഇതിൻ്റെ സ്ക്വയർ വന്നു. പിന്നെ 2 times 2 into 70 into 5, അതാണിത്. പിന്നെ 5 സ്ക്വയർ, ദാറ്റ് ഈസ് ദിസ് വൺ. ഓക്കെ, അപ്പോൾ 70ൻ്റെ സ്ക്വയർ എത്രയാണ്? 7 സ്ക്വയർ 49, അപ്പോൾ 4900. ദിസ് വൺ 2 into 70, 2 into 7 14, 14 into 5 is 70. ഓക്കെ, 70. പിന്നെ ഈ 0 കൂടെ, അപ്പോൾ 700. 5 into square 25. അപ്പോൾ 4900 plus 700 is 5600. 5600 plus 25 is 5625. ഇതാണ് ഇതിന് ആൻസർ. ഓക്കെ, ഇത് നമുക്ക് സാധാ പോലെയുള്ള മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാലും ഇത് ആൻസർ എന്നല്ലേ കിട്ടുന്നത് നോക്കുക. 75 into 75 25, then 2 35 plus 2 37, 35, then 3 49 plus 3 52, that is 5 2 6 5, then we get what? 5625. അത് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 75 സ്ക്വയർ കാണണമെങ്കിൽ അതിനെ 70 plus 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിട്ട് അതിനെ 70 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 70 ഇൻറ്റു 5 plus 5 സ്ക്വയർ എന്ന് എഴുതിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ സെയിം ആൻസർ, ഓർ വി ഗെറ്റ് ദ സ്ക്വയർ ഓഫ് വാട്ട്? 75. ഇനി ഇതേപോലെ മറ്റുള്ള നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയേഴ്സ് നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 32 സ്ക്വയർ എന്ന് വിചാരിക്കുക. 32 സ്ക്വയറിനെ നമുക്ക് 30 plus 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതിന് നമുക്ക് ഈ 30യുടെ സ്ക്വയർ ഫസ്റ്റ് പ്ലസ് 2 into 30 into 2. ഓക്കെ, 2 into 30 into 2 പ്ലസ് 2 ൻ്റെ സ്ക്വയർ 2 സ്ക്വയർ ഇങ്ങനെ എഴുതാം. അപ്പോൾ 30 സ്ക്വയർ ഈസ് 3 ൻ്റെ സ്ക്വയർ 9, പിന്നെ 2 സീറോസ്. ഓക്കെ, 2 into 3 6, 6 into 2 12, പിന്നെ ഈ 0 ചേർക്കുക, പ്ലസ് 2 ൻ്റെ സ്ക്വയർ 4. അപ്പം 900 പ്ലസ് 120, അപ്പോൾ എത്രയായി? 1028. 1020 പ്ലസ് 4 ഈസ് 1024. 1024 എന്ന് കിട്ടും. ഇപ്പോൾ 32ൻ്റെ സ്ക്വയർ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടാൽ 4 6 6 9 4 12 1024 എന്ന് കിട്ടും. ഇപ്പോൾ രണ്ടും സെയിം ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഏതൊരു 2 ഡിജിറ്റ് നമ്പർ തന്നാലും 1ൽ അവസാനിക്കുന്നതല്ലെങ്കിലും നമുക്ക് ഇതേപോലെ കാണാം. അതിനെ ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് 30 സ്ക്വയർ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. പിന്നെ 2 into 30 into 2, ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. പിന്നെ 2 സ്ക്വയർ, ദാറ്റ് ഈസ് ദ തേർഡ് വൺ. ദെൻ ഇതിൻ്റെയൊക്കെ വാല്യൂ കണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കം ടു ദി റിസൾട്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന നമ്പേഴ്സ് രണ്ടും ഡിഫറൻ്റ് ആണ്. 30 plus 2, 70 plus 5 ഒക്കെ ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. ഇന്നലെ നമ്മൾ ചെയ്തിരുന്നത് 51 സ്ക്വയർ 21 സ്ക്വയർ 31 സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ പ്ലസ് 1 സ്ക്വയർ എന്നുള്ളത് കോമൺ ആയിരുന്നു. 20 30 50 എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മാത്രമേ ചേഞ്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജനറൽ ഫോമിലേക്ക് വരുമ്പോൾ x+1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ഈ ബ്രാക്കറ്റിൽ വരുന്ന രണ്ട് നമ്പറും ഡിഫറൻ്റ് ആണ്, ഇവിടെയും രണ്ട് നമ്പറും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ജനറൽ ഫോമിലേക്ക് എത്തുമ്പോൾ ആദ്യത്തേന് നമ്മൾ x എന്നും മറ്റേതിന് നമ്മൾ y എന്നും എഴുതിയിട്ട്, അല്ലെങ്കിൽ y കൊണ്ടും ആദ്യത്തേന് x കൊണ്ടും മറ്റേതിന് y കൊണ്ടും ഡിനോട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്വയർ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ഫോമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുക നോക്കാം. ഓക്കെ, 75 സ്ക്വയർ മീൻസ് 70 plus
5 whole square. 32 square is 30 plus 2 whole square. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും ഇവിടെയും ഡിഫറൻ്റ് ആണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും വരുന്നത് ഡിഫറൻ്റ് ആയതുകൊണ്ട് ജനറൽ ഫോം എന്നുള്ളത് എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ്. ആദ്യത്തേതിന് നമ്മൾ എക്സ് പ്ലസ് വൈ, ആദ്യത്തേന് എക്സ് എന്നും രണ്ടാമത്തേന് വൈ എന്ന് എടുക്കുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, ഇതാണെന്ത്? ജനറൽ ഫോം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ, 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ, ഓക്കെ, പ്ലസ് വൈൻ്റെ സ്ക്വയർ, വൈ സ്ക്വയർ. ഇതാണ് ജനറൽ ഫോം. പക്ഷേ ഇവിടെ നമ്മൾ 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്നുള്ളതിന് 2xy എന്നാണ് എഴുതുക. അപ്പോൾ ഇങ്ങനെയായി മാറും, എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നായി മാറും. അങ്ങനെ എഴുതാനുള്ള കാരണം ഇത് 3 നമ്പേഴ്സ് വിചാരിക്കുക. 2 ഇൻറ്റു 3 ഇൻറ്റു 4. അപ്പോൾ 2 ഇൻറ്റു 3 is 6, 6 ഇൻറ്റു 4 is equal to 24 എന്നാണ് കിട്ടുക. നമ്മളിവിടെ ഇൻറ്റു ചേർക്കാതെ എഴുതിയാൽ 2, 3, 4 എന്ന് എഴുതും. അപ്പോൾ ഇതിൻ്റെ എത്രയായി മാറും? 234 ആയി മാറും. ഇപ്പോൾ നമ്പേഴ്സ് മാത്രമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഇൻറ്റു എന്നുള്ള സൈൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇവിടെ എന്താണ്? ഇത് 2 ലെറ്റേഴ്സാണ്. ഓക്കെ, അതുകൊണ്ട് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്നുള്ളതിന് പകരം 2xy എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടുന്ന് വളരെ അണ്ടർസ്റ്റുഡ് ആണ് ഇതെന്ന്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ആണ്. അതായത് 2ഉം എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് അവിടുന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മളവിടെ ഇൻറ്റു എന്നുള്ള സൈൻ കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ എന്താണ് ജനറൽ ഫോം എന്ന് ചോദിച്ചാൽ ഇതാണ്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാം. എങ്ങനെ എഴുതാം? ഈ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും നമുക്ക് അടുപ്പിച്ച് എഴുതാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്നും എഴുതാം. അങ്ങനെ എഴുതിയാലും ശരിയാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇങ്ങനെയും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അതായത് ഇത് ലാസ്റ്റിലേക്ക് കൊണ്ടുവരിക. ഈ സ്ക്വയറുള്ളത് രണ്ടും ആദ്യം എഴുതുക. അങ്ങനെ എഴുതിയാലും ശരിയാണ്. ഫോർ എക്സാമ്പിൾ എന്താണ്? 12 സ്ക്വയറിനെ നമുക്ക് 10 പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 2. 2 ഇൻറ്റു 10 20, 20 ഇൻറ്റു 2 40. ഓക്കെ, 10 സ്ക്വയർ ഈസ് വാട്ട്? 100. ഓക്കെ, പ്ലസ് 2 സ്ക്വയർ ഈസ് 4. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആക്ച്വൽ ഫോമിൽ തന്നെ എഴുതാം. 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് 100. ദിസ് ഈസ് 20 ഇൻറ്റു 2 40. ദിസ് ഈസ് 2 സ്ക്വയർ 4. അപ്പോൾ 144 ഇതാണ്. ഈ 144 കിട്ടാൻ നമുക്ക് ഇങ്ങനെ എഴുതിയാലും കിട്ടും. എങ്ങനെ എഴുതിയാൽ? ഇത് ആദ്യം എഴുതുന്നു 100, പിന്നെ നമ്മൾ ഈ 4 എഴുതുന്നു, പിന്നെ നമ്മൾ 40 എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? 144 ആണ്. അപ്പോൾ 3 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഡറിന് പ്രത്യേകതയൊന്നുമില്ല. ഓർഡർ ആദ്യത്തും രണ്ടാമത്തും മൂന്നാമത്തും അതേ ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുക. ലാസ്റ്റ് വൺ ഫസ്റ്റ് എഴുതുക, ഫസ്റ്റ് വൺ സെക്കൻഡ് എഴുതുക. അങ്ങനെയൊക്കെ എഴുതി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്. അതുകൊണ്ട് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ജനറൽ ഫോമിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്നും പറയാം. രണ്ടും ശരിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിങ്ങൾ വളരെ കൃത്യമായി പഠിച്ചിരിക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണുന്നത് നമുക്ക് നോക്കാം. 10½ സ്ക്വയർ കാണണമെന്ന് വിചാരിക്കുക. 10½ എന്ന് പറഞ്ഞാൽ 10 പ്ലസ് ഹാഫ് ആണ്. അപ്പോൾ 10½ സ്ക്വയർ മീൻസ് 10 പ്ലസ് ഹാഫിൻ്റെ സ്ക്വയർ. ഇപ്പോഴത്തെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ 10ൻ്റെ സ്ക്വയർ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു ഹാഫ്, 2 ഇൻറ്റു 10 ഇൻറ്റു ഹാഫ് പ്ലസ് ഹാഫിൻ്റെ സ്ക്വയർ. ഓക്കെ, ഹാഫ് സ്ക്വയർ ഇങ്ങനെ എഴുതും. 10 സ്ക്വയർ ഈസ് 100 പ്ലസ്
ഈ 2ഉം ഈ 2ഉം തമ്മിൽ കട്ട് ചെയ്യും. ഇത് ഡിനോമിനേറ്ററിലാണ്, ഇത് ന്യൂമറേറ്ററിലാണ്. പിന്നെ 10 മാത്രം ബാക്കിയുണ്ടാവും. 10 × 1 മീൻസ് 10. അങ്ങനെ ആലോചിക്കാം. അല്ലെങ്കിൽ 2 × 10 20, 20 × 1 20, 20 / 2 10. അങ്ങനെയും 10 കിട്ടും. പ്ലസ് half square means square of 1, that is 1, square of 2 is 4. Okay, 100 plus 10, 110, 110 plus 1/4 is 110 1/4 എന്ന് കിട്ടും. അപ്പോൾ 10 ആൻഡ് ഹാഫിൻ്റെ സ്ക്വയർ 110 1/4 ആണെന്ന് നമുക്ക് കിട്ടി. അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അതായത് x + y² = x² + 2xy + y² എന്നുള്ള ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പേജ് 81ൻ്റെ ലാസ്റ്റിൽ യു ക്യാൻ സി x + y² = x² + y² + 2xy for any two positive numbers x, y. ഓക്കെ, അപ്പോൾ ഏത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എടുത്താലും ആ പോസിറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ x കൊണ്ടും y കൊണ്ടും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആ x + y² എന്താണ്? x² + 2xy + y² ആണ്, അല്ലെങ്കിൽ x² + y² + 2xy ആണ്. അത് ആ പേജിൻ്റെ ലാസ്റ്റിലുള്ള ആ ബോക്സ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. ഇനി പേജ് 82ൽ യു ക്യാൻ സി ദാറ്റ് നൗ compute the squares of these numbers in head. ഓക്കെ, താഴെ കുറേ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെയൊക്കെ സ്ക്വയേഴ്സ് എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ഇൻ സ്ക്വയേഴ്സ്, കമ്പ്യൂട്ട് ഇൻ ഹെഡ്. കമ്പ്യൂട്ട് ഇൻ ഹെഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് കാൽക്കുലേറ്റ് മെൻ്റലി എന്നാണ്. ഓക്കെ, നമ്മൾ പേപ്പറും പെൻസിലൊന്നും ഉപയോഗിക്കാതെ മനസ്സിൽ തന്നെ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ കാണിക്കുക, ബാക്കിയൊക്കെ നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കിയാൽ മതി. ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? 52 ആണ്. 52ൻ്റെ സ്ക്വയർ മെൻ്റലി കണ്ടെത്തുക, മെൻ്റൽ കാൽക്കുലേഷനിൽ ഇവിടെ കണ്ടെത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 52ൻ്റെ സ്ക്വയർ. അപ്പോൾ 52ൻ്റെ സ്ക്വയർ കാണാൻ നമ്മൾ ഇതിനെ ഇങ്ങനെ ആലോചിക്കുക. എങ്ങനെ? 52 മീൻസ് 50 + 2. അപ്പോൾ 50 + 2 ഹോൾ സ്ക്വയർ. 50 + 2 ഹോൾ സ്ക്വയർ ആകുമ്പോൾ 15ൻ്റെ സ്ക്വയർ ആദ്യം വരും. 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2500. ഓക്കെ, പിന്നെ 2 × 50 × 2 എന്ന് വരിക. 2 × 50 100, 100 × 2 is 200. ഓക്കെ, അപ്പോൾ 200 ആയി. പിന്നെ 2ൻ്റെ സ്ക്വയർ is 4. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിൽ തന്നെ ചെയ്യുക. അപ്പോൾ 2500 + 200, 2700 + 4 is 2704. ഓക്കെ, 2704 എന്ന് കിട്ടും. അപ്പോൾ അത് ഇവിടെ എഴുതാതെ എന്ത് ചെയ്യുക? മനസ്സിൽ മാത്രം കൊണ്ടുവന്ന് ചെയ്യാം. ഓക്കെ, 52 ഹോൾ സ്ക്വയർ = 50 + 2 ഹോൾ സ്ക്വയർ. 50² = 2500. 2 × 50 × 2 is 200. അപ്പോൾ 2700 ആയി. 2² = 4. അപ്പോൾ 2704 ഇങ്ങനെ കിട്ടും. ഇത് ചെയ്തതുപോലെ മറ്റേതൊക്കെ, അതായത് 105നെ 100 + 5 എന്ന് എഴുതാം. അപ്പോൾ 105 ഹോൾ സ്ക്വയർ = 100 + 5 ഹോൾ സ്ക്വയർ. പിന്നെ ഇതേപോലെയൊക്കെ 100ൻ്റെ സ്ക്വയർ 2 × 100 × 5 എത്രയെന്ന് ആലോചിക്കുക. 5ൻ്റെ സ്ക്വയർ എത്രയെന്ന് ആലോചിക്കുക. എല്ലാം ആഡ് ചെയ്യുക. ലൈക്ക് ദാറ്റ് 20 and half. 20 and half can be written as 20 + half. അപ്പോൾ 20 and halfൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 + half ഹോൾ സ്ക്വയർ. 20ൻ്റെ സ്ക്വയർ എത്രയെന്ന് ആലോചിക്കുക. 2 × 20 × half എത്രയെന്ന് ആലോചിക്കുക. ഹാഫിൻ്റെ സ്ക്വയർ എത്രയെന്ന് ആലോചിക്കുക. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, പിന്നെ 10.2. 10.2 എന്ന് പറഞ്ഞാൽ 10 + 0.2 ആണ്. ഓക്കെ, അപ്പോൾ 10.2 സ്ക്വയർ മീൻസ് 10 + 0.2 ഹോൾ സ്ക്വയർ. 10ൻ്റെ സ്ക്വയർ എത്രയെന്ന് ആലോചിക്കുക. 2 × 10 × 0.2 എത്രയാവും എന്ന് ആലോചിക്കുക. അപ്പോൾ രണ്ടാമത്തെ നമ്പർ കിട്ടും. 0.2ൻ്റെ സ്ക്വയർ എത്രയാവും എന്ന് ആലോചിക്കുക. മൂന്നാമത്തെ നമ്പർ കിട്ടും. ഈ 3 നമ്പറും നമ്മൾ മനസ്സിൽ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ ഈ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മെൻ്റൽ കാൽക്കുലേഷനിലൂടെ അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തുക. പേപ്പറും പേനയും ഒന്നും ഉപയോഗിക്കാതെ കുറച്ച് സമയം എടുത്താലും ചെയ്യാൻ ശ്രമിക്കുക. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി യൂസിങ് ദീസ് പ്രിൻസിപ്പിൾസ് വി ക്യാൻ ഓൾസോ സീ ഹൗ സം പാറ്റേൺസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ ഗോട്ട്. ചില പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉള്ള പാറ്റേൺ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് താഴോട്ട് പരിശോധിക്കാം. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട്, അത് x + y² ഉപയോഗിച്ചിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത്
ഇനി താഴോട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പാറ്റേൺ ഇതാണ് 1 into 3. 1 into 3 is equal to 3 ആണ്, that is 2 square minus 1. Then 2 into 4 is equal to 8, that is 3 square minus 1. Okay, then 3 into 5, that is equal to 15, and 15 is equal to 4 square minus 1. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഡസ് ദ പാറ്റേൺ കണ്ടിന്യൂ ലൈക്ക് ദിസ്? ഇതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. Okay, in the sequence of natural numbers, we take the product of any two alternate numbers. Would it be 1 less than the square of the skipped number? എന്നാണ് ചോദ്യം. അതിപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കുക. ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സാണ്. 1, 3, 2, 1 എല്ലാം നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ 1 into 3, അപ്പോൾ ആൾട്ടർനേറ്റ് നമ്പേഴ്സ് രണ്ടെണ്ണം എടുത്തു. 2ന് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ 1 into 3 is equal to 3. ഈ ഒഴിവാക്കിയ നമ്പർ 2, അതിൻ്റെ സ്ക്വയറാണിത്. 2 square minus 1. 2 square 4, 4 minus 1 എത്രയാണ്? 3 ആണ്. അപ്പോൾ 2 into 4 8 ആണ്. 3 square 9 minus 1 is equal to 8. അപ്പോൾ രണ്ട് ശരിയായി വരുന്നുണ്ട്. ഓക്കെ, 3 into 5 15, 4 square 16, 16 minus 1 is equal to 15. അത് തന്നെയാണത് ശരിയായി വരുന്നത്. അപ്പോൾ ഇത് എല്ലായ്പ്പോഴും ശരിയാണോ എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 5 എഴുതിയാൽ 5 ഇൻറ്റു അടുത്ത 6 ഒഴിവാക്കുക. അപ്പോൾ എത്രയാണ്? 5 into 7. 5 into 7 is equal to 35 ആണ്. ഒഴിവാക്കിയ നമ്പർ ഏതാണ്? 6. 6ൻ്റെ സ്ക്വയർ 36. 36 1 കുറച്ചാൽ എത്ര കിട്ടും? 35 കിട്ടും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 നമ്പേഴ്സ് എടുത്തിട്ട് അതിലെ ഓൾട്ടർനേറ്റ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാം. ഫസ്റ്റ് വൺ ആൻഡ് തേർഡ് വണ്ണിൻ്റെ പ്രൊഡക്റ്റ് കാണാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ സെക്കൻഡ് വൺ മൈനസ് 1 ആയിരിക്കും എന്നാണ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇത് ശരിയാണ് എന്നുള്ളത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏത് 3 നാച്ചുറൽ നമ്പേഴ്സ് എടുത്തിട്ട് അതിലെ ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റും സെക്കൻഡ് വണ്ണിൻ്റെ സ്ക്വയർ എടുത്തിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും രണ്ടും സെയിം ആണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് കാണിച്ചു. ഓക്കെ, വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താണ്? 7 into 9, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 63 ആണ്. ഇവിടെ മിസ്സായ നമ്പർ ഏതാണ്? 8 ആണ്. 8ൻ്റെ സ്ക്വയർ 64. 64 ഒന്ന് 1 കുറച്ച് എത്രയാണ്? 63 ആണ്. അപ്പോൾ ഇതെല്ലാം പോയി ശരിയാണ്. അപ്പോൾ എല്ലാ നമ്പേഴ്സിനും ശരിയാണ് എന്നുള്ളതിന് നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് അത് പ്രൂവ് ചെയ്യണം. അപ്പോൾ യൂസിങ് ഓൾജിബ്ര എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, യൂസിങ് ഓൾജിബ്ര അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ട ഒരു കാര്യം എന്താണ്? If you take the product of any two alternate numbers, okay, the product of any two alternate numbers is 1 less than the square of the skipped number എന്ന് എഴുതി വെക്കുക. Okay, the product of any two alternate numbers, natural numbers, is what? Is 1 less than the square of skipped one. അതിൻ്റെ ഇടയിൽ നിന്ന് വിട്ട് കളഞ്ഞതിൻ്റെ സ്ക്വയറിനേക്കാൾ 1 കുറവാണ്. മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 കുറവാണെന്ന് അർത്ഥം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവിങ് യൂസിങ് ഓൾജിബ്ര. ഓക്കെ, അത് ശരിയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൂവ് ചെയ്യുന്നു യൂസിങ് ഓൾജിബ്ര. ഓൾജിബ്ര വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ 3 നമ്പേഴ്സ്, 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെ എടുക്കുക? ഒന്നാമത്തത് എക്സ്, അതിനോട് ഒന്നുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1, അടുത്തത് എക്സ് പ്ലസ് 2, ഇങ്ങനെ 3 എടുക്കുക. എന്നിട്ട് ഈ ഫസ്റ്റും 2 കൂടെ മൾട്ടിപ്ലൈ. എന്താണ്? ഫസ്റ്റ് ഇൻറ്റു തേർഡ് വൺ. ഫസ്റ്റും 2 അല്ല, ഫസ്റ്റും തേർഡ് വൺ. ഫസ്റ്റ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2 ഈസ് 2x. ഓക്കെ, അപ്പോൾ ഫസ്റ്റും തേർഡ് വണ്ണും മൾട്ടിപ്ലൈ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് 2x ആണ് കിട്ടുക. ഇതിനിടയിൽ വരുന്ന ഏതാണ്? എക്സ് പ്ലസ് 1 ആണ്. ഇതിൻ്റെ സ്ക്വയറിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് ഇത് തന്നെ കിട്ടുന്നുവെങ്കിൽ നമുക്കെന്ത് പറയാം? അത് രണ്ടും സെയിം ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഇതുവരെ എഴുതിയത് എല്ലാ കേസിലും ശരിയാവുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിനിടയിൽ മിസ് ഏതാണ്? എക്സ് പ്ലസ് 1 ആണ്. അതിൻ്റെ സ്ക്വയർ, അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ 3 കിട്ടി. പിന്നെ എന്ത് ചെയ്യണം? 1 മൈനസ് ചെയ്യണം. അപ്പോൾ -1. അപ്പോൾ 1 - 1 എന്താവും? 0. പിന്നെ ബാക്കി എന്താ വരിക?
ബാക്കി വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x. അപ്പോൾ ഈ കിട്ടിയ എക്സ് സ്ക്വയർ പ്ലസ് 2xും അതേപോലെ തന്നെ ഇവിടെ കിട്ടിയ എക്സ് സ്ക്വയർ പ്ലസ് 2xും രണ്ടും എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്കെന്ത് പറയാം? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. ഇതാണ് ഓൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഏതാണ്? എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2. അപ്പോൾ ഫസ്റ്റും തേർഡും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, കിട്ടിയത് എക്സ് സ്ക്വയർ പ്ലസ് 2x. സെക്കൻഡ് വണ്ണിൻ്റെ സ്ക്വയറിൽ നിന്ന് 1 മൈനസ് ചെയ്തു, അപ്പോൾ കിട്ടിയതും സെയിം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. ഇവിടെ നമ്മൾ 1 കൊടുക്കുക. എക്സിന് 1 കൊടുത്താൽ ഇത് 1 ആവും. ഇത് 1 പ്ലസ് 2 എത്രയോ 3 ആവും. അപ്പോൾ 1 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 3. പിന്നെ 1 പ്ലസ് 1 2, 2ൻ്റെ സ്ക്വയർ 4, 4 മൈനസ് 1 3. അപ്പോൾ നമുക്കിവിടെ ഈ ഫസ്റ്റ് റോ കിട്ടും. 2 കൊടുത്താൽ എന്ത് കിട്ടും? എക്സ് 2. ഇവിടെ 2 പ്ലസ് 2 4, ദിസ് 1. അത് 2 ഇൻറ്റു 4 8 ആയി. ഓക്കെ, 2 പ്ലസ് 1 3, 3 സ്ക്വയർ. അതാണ് ഇത് 1, ഇത് മൈനസ് 1. അതുപോലെ എല്ലാം. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ ഈ ലൈനിലുള്ള കിട്ടും, 2 കൊടുക്കുമ്പോൾ ഇത് കിട്ടും, 3 കൊടുക്കുമ്പോൾ ഇത് കിട്ടും. അങ്ങനെ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ താഴോട്ടുള്ള ലൈൻസും കിട്ടും. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കാം? ഈ ഓൾജിബ്രയിൽ ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആർ ടേക്കൺ ആസ് എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2. Then the product of the first and the third one, that is x into x plus 2, that is equal to square of the skipped one, that means the square of the middle one minus 1, x plus 1 whole square minus 1. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് ഡേ.